ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ASI അതേപോലെ മാഗ്നീറ്റർ ഈ രണ്ടെണ്ണം വർക്ക് ചെയ്യണമെങ്കിൽ ആര് വേണമെന്ന് പറഞ്ഞ് ടോട്ടൽ പ്രഷർ വേണം. എന്നാൽ ഓൾട്ടിമീറ്ററും VSIയും വർക്ക് ചെയ്യണമെങ്കിൽ ആര് മാത്രം മതി? സ്റ്റാറ്റിക് പ്രഷർ മാത്രം മതി. അപ്പോൾ ഈ 4 വർക്ക് ചെയ്യണമെങ്കിൽ ആര് വേണം? സ്റ്റാറ്റിക് പ്രഷർ വേണം. അതിൽ ASI മാഗ്നീറ്ററും വർക്ക് ചെയ്യാൻ വേണ്ടി ടോട്ടൽ പ്രഷർ മാത്രം മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ടോട്ടൽ അതായത് എൻ്റെ പീറ്റോ ട്യൂബ് ബ്ലോക്ക് ആയിപ്പോയി. പീറ്റോ ട്യൂബ് ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ആലോചിച്ച് നോക്കാം, എൻ്റെ പീറ്റോ ട്യൂബ് ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സിനെ അത് ബാധിക്കും? ആലോചിച്ച് നോക്കാം. പീറ്റോ ട്യൂബ് ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ടോട്ടൽ പ്രഷർ കയറൂല. അപ്പോൾ ആരൊക്കെ ബാധിക്കും? ASIയും വർക്ക് ചെയ്യൂല, കറക്റ്റ് റീഡിങ് കാണിക്കൂല, മാഗ്നീറ്ററും കറക്റ്റ് റീഡിങ് കാണിക്കൂല. പക്ഷേ ഓൾട്ടിമീറ്ററിനും അതേപോലെ VSIക്കും ഒരു ചേഞ്ച് ഉണ്ടാവില്ല. കാരണം അവരെന്ത് ഉപയോഗിക്കുന്നില്ല? ടോട്ടൽ പ്രഷർ ഉപയോഗിക്കില്ല, സ്റ്റാറ്റിക് പ്രഷർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ പീറ്റോ ട്യൂബ് ബ്ലോക്ക് ആയി കഴിഞ്ഞാണെങ്കിൽ ASIയും മാഗ്നീറ്ററിനും കറക്റ്റ് റീഡിങ് കാണിക്കൂല. ഓക്കെ. എന്നാൽ ഓൾട്ടിമീറ്ററിനും VSIക്കും കുഴപ്പമില്ല. എന്നാൽ സ്റ്റാറ്റിക് പോർട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ സ്റ്റാറ്റിക് പ്രഷർ കയറൂല. സ്റ്റാറ്റിക് പ്രഷർ ഉള്ളിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ്സും ASI, മാഗ്നീറ്റർ, ഓൾട്ടിമീറ്റർ, VSI 4 എന്ത് ചെയ്യൂല? വർക്ക് ചെയ്യൂല. കാരണം 4നും ആരും ആവശ്യമുണ്ട്? സ്റ്റാറ്റിക് പ്രഷർ ആവശ്യമുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി മക്കളെ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട വേറൊരു സംഗതിയാണ്, ഇമ്പോർട്ടൻ്റ് വേറെ സംഗതിയാണ് പൊസിഷൻ എറർ. ഓക്കെ ആണല്ലോ. എന്താണ് പൊസിഷൻ എറർ എന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്ക്. അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എയർക്രാഫ്റ്റ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എൻ്റെ എയർക്രാഫ്റ്റ് ക്ലൈംബായി, അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസെൻഡ് ആയി, അല്ലെങ്കിൽ പെട്ടെന്ന് ടേൺ ആവുകയാണ്. ഇങ്ങനെ ആവുന്ന സമയത്ത് ആലോചിച്ചപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എയർ മോളിക്യൂൾസ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക. ആ വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ട് പെട്ടെന്ന് ഞാനിങ്ങനെ ടേൺ ആക്കിയെന്ന് എഴുതിക്കോ. അപ്പോൾ ആലോചിച്ച് നോക്കാം, അവിടെ കറക്റ്റ് എയർ മോളിക്യൂൾസിൻ്റെ പീറ്റോ ട്യൂബിനുള്ളിൽ കൂടെ അല്ലെങ്കിൽ സ്റ്റാറ്റിക് പോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറുക. പിന്നെ പെട്ടെന്ന് ടേൺ ചെയ്യുന്ന സമയത്ത് ഇല്ല, കറക്റ്റ് പ്രഷർ കയറൂല. അപ്പോൾ ഇൻകറക്റ്റ് പ്രഷറാണ് സെൻസ് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ കറക്റ്റ് എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ കറക്റ്റ് പ്രഷർ കയറാത്തത് കൊണ്ട് എൻ്റെ എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ എൻ്റെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, ആ ഇൻസ്ട്രുമെന്റ്സ് തെറ്റായ റീഡിങ് കാണിച്ചു തുടങ്ങും. അതിൻ്റെ കാരണം അത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പൊസിഷൻ എറർ കാരണമാണ്. ഓക്കെ. അതായത് ഇൻകറക്റ്റ് പ്രഷർ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന എററിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ എറർ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു കാര്യം കൂടിയാണ്. പൊസിഷൻ എറർ എന്താന്ന് പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയാണ്, ശ്രദ്ധിച്ചു നോക്കോ. ഇപ്പോൾ ഞാൻ ഫ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എൻ്റെ സ്റ്റാറ്റിക് പോർട്ട് ബ്ലോക്ക് ആയി എഴുതിക്കോ. ഓക്കെ. സ്റ്റാറ്റിക് പോർട്ട് ബ്ലോക്ക് ആയി പോയി. നമുക്കറിയാം സ്റ്റാറ്റിക് പോർട്ട് ബ്ലോക്ക് ആയി എനിക്കാണെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെന്റ്സും അടിച്ചു പോകും. കാരണം ഒന്നും വർക്ക് ചെയ്യൂല. കാരണം എല്ലാത്തിനും സ്റ്റാറ്റിക് പ്രഷർ ആവശ്യമുണ്ട്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈലറ്റ് ആയിട്ടുള്ള ഞാൻ എന്താ ചെയ്യാന്നുണ്ടെന്ന് അറിയാം. എൻ്റെ എയർക്രാഫ്റ്റിന്റെ ഉള്ളിൽ ഓൾട്ടർനേറ്റ് സ്റ്റാറ്റിക് പോർട്ട് പറഞ്ഞിട്ട് ഒരു സംഗതിയുണ്ട്. ഓൾട്ടർനേറ്റീവ് അഥവാ ഇത് പുറത്തുള്ളത് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു സ്റ്റാറ്റിക് പോർട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ. അത് അങ്ങോട്ട് ഞാൻ ഓപ്പൺ ആക്കി കൊടുക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാണെങ്കിൽ എൻ്റെ ഈ എയർക്രാഫ്റ്റിന്റെ ഉള്ളിലുള്ള ക്യാബിൻ്റെ ഉള്ളിലുള്ള പ്രഷർ ഉണ്ടാവൂലേ, ആ പ്രഷർ അങ്ങോട്ട് പോകും. ആ ഓൾട്ടർനേറ്റ് സ്റ്റാറ്റിക് പോർട്ടിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും വീതിച്ചു കൊടുത്തിട്ട് എല്ലാ ഇൻസ്ട്രുമെന്റ്സും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ. മനസ്സിലാക്കി വെക്കുക. സ്റ്റാറ്റിക് പോർട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ വേഗം ചെയ്യേണ്ട പരിപാടി എന്താണ്? ഓൾട്ടർനേറ്റ് സ്റ്റാറ്റിക് പോർട്ട് ഓപ്പൺ ആക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഉള്ളിലത്തെ പ്രഷർ എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും പോകും, എല്ലാ ഇൻസ്ട്രുമെന്റും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ശ്രദ്ധിച്ചു കേട്ടോ. എൻ്റെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആലോചിച്ച് നോക്കാം, എൻ്റെ എയർക്രാഫ്റ്റിന്റെ പുറത്ത് ഉള്ള സ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവില്ലേ, അതിനേക്കാൾ കുറവായിരിക്കും എൻ്റെ എയർക്രാഫ്റ്റിന്റെ ഉള്ളിലുള്ള സ്റ്റാറ്റിക് പ്രഷർ. ഞാൻ ഒന്നും കൂടെ പറയാണ്, പുറത്തുള്ള സ്റ്റാറ്റിക് പ്രഷറിനേക്കാൾ കുറവായിരിക്കും എയർക്രാഫ്റ്റിന്റെ ഉള്ളിലുള്ള സ്റ്റാറ്റിക് പ്രഷർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആലോചിച്ച് നോക്കാം, ഞാൻ പുറത്തു കൂടെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് പുറത്തുള്ള സ്റ്റാറ്റിക് പോർട്ട് ബ്ലോക്ക് ആയിപ്പോയി. ആലോചിച്ച് നോക്കാം, പുറത്തുനിന്ന് സ്റ്റാറ്റിക് പ്രഷർ കയറൂല. അപ്പോൾ ഞാൻ ഓൾട്ടർനേറ്റ് സ്റ്റാറ്റിക് പോർട്ട് ഓപ്പൺ ആക്കി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാറ്റിക് പ്രഷർ അല്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാം. ഞാൻ ആലോചിച്ച് നോക്കട്ടെ, ഉള്ളിൽ സ്റ്റാറ്റിക് പ്രഷർ കുറവല്ലേ? അപ്പോൾ ആലോചിക്കുക, കറക്റ്റ് സ്റ്റാറ്റിക് പ്രഷർ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിന് കിട്ടുമോ? കറക്റ്റ് പ്രഷർ കിട്ടൂല. ശരിയല്ലേ? കാരണം ഉള്ളിൽ കുറവായതുകൊണ്ട്. അപ്പോൾ ഏത് എറർ ഉണ്ടായി? പൊസിഷൻ എറർ ഉണ്ടായി. കാരണം കറക്റ്റ് സ്റ്റാറ്റിക് പ്രഷർ ഉള്ളിലേക്ക് കയറുന്നില്ല. അപ്പോൾ ഉണ്ടാവുന്ന എററാണ് പൊസിഷൻ എറർ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഓൾട്ടർനേറ്റ് സ്റ്റാറ്റിക് പോർട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? പൊസിഷൻ എറർ ഉണ്ടാവും. കറക്റ്റ് പ്രഷർ സെൻസ് ചെയ്യൂല, കറക്റ്റ് പ്രഷർ ഉള്ളിൽ കയറില്ല, അവിടെ പൊസിഷൻ എറർ ഉണ്ടാവും എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? നോക്കോ, ഞാൻ വായിച്ചുതരാം. നോക്കോ. ഇഫ് പീറ്റോട്ട് ഈസ് ഗെറ്റിംഗ് ബ്ലോക്ക്ഡ് ഡ്യൂറിങ് ക്ലൈംബ്, VSI will not be affected. Why? എന്തുകൊണ്ട് VSI എഫക്റ്റ് ആവില്ല? സിൻസ് VSI യൂസസ് ഓൺലി സ്റ്റാറ്റിക് പ്രഷർ. ക്ലിയർ ആണല്ലോ. അടുത്ത
സ്റ്റാറ്റിക് പ്രഷർ ഇൻസൈഡ് ദ കോക്പിറ്റ് ഓഫ് എൻ അൺപ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റ്. നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിക്കണം, അൺപ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റ്, അതായത് പ്രഷറൈസ് ചെയ്യാത്ത എയർക്രാഫ്റ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ഈ എയർക്രാഫ്റ്റ് പ്രഷറൈസ്ഡ് ആണോ അൺപ്രഷറൈസ്ഡ് ആണോ? ഇത് പ്രഷറൈസ്ഡ് ആണ് കേട്ടോ, അതൊരിക്കലും അൺപ്രഷറൈസ്ഡ് അല്ല. നമ്മുടെ സെസ്ന അല്ലെങ്കിൽ നമ്മുടെ പൈപ്പർ പോലുള്ള എയർക്രാഫ്റ്റുകളൊക്കെ അൺപ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റ് ആകും. അതൊന്നും ഒരുപാട് ഹൈറ്റിലേക്ക് കൂടെ പോകില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ ഒരു 15,000 ഫീറ്റിന് താഴത്ത് കൂടെ മാത്രം പോകുന്ന എയർക്രാഫ്റ്റുകളുടെ ഒക്കെ അവരൊക്കെ അൺപ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റുകളാണ്. ഓക്കെ ആണല്ലോ. എന്നാൽ അതിന്റെ മുകൾക്ക് പോകുന്ന എയർക്രാഫ്റ്റുകളാണ് നമ്മൾ പ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റ് എന്ന് പറയാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, പുറത്ത് സ്റ്റാറ്റിക് പ്രഷർ കൂടുതലാണ്, ഉള്ളിൽ കുറവാണ്, അതുകൊണ്ട് ഓർഡിനറി സ്റ്റാറ്റിക് ബോർഡ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ കുറച്ചേ ഉള്ളിൽ പോകുള്ളൂ, പ്രൊസിജർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതൊക്കെ ആർക്ക് മാത്രമാണ്? പ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റിന് മാത്രമാണ്, അൺപ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റിന് മാത്രമാണ് ഈ സംഗതി ബാധകം. പ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റിന് വേറെയാണ്, അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും ക്ലിയർ ആയിട്ട്. ഓക്കെ ആണല്ലോ. നോക്കാം. ഇപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ ഇൻസൈഡ് ദ കോക്പിറ്റ് ഓഫ് എൻ അൺപ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റ് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Alternate static port is present in the cockpit. Use of alternate static port will increase in position error. ഞാൻ പറഞ്ഞു പൊസിഷൻ എറർ എന്താന്ന് പറയുന്നത്. പൊസിഷൻ എറർ ഈസ് കോസ്ഡ് ഡ്യൂ ടു ഇൻകറക്റ്റ് പ്രഷർ സെൻസ്ഡ് ബൈ ദ സ്റ്റാറ്റിക് പോർട്ട് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓൺ ദ എയർക്രാഫ്റ്റ് ഫ്യൂസലാജ്. ഓക്കെ ആണല്ലോ. നമ്മുടെ ഈ പൊസിഷൻ കാരണം എയർക്രാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും മറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കറക്റ്റ് പ്രഷർ കയറൂല. അപ്പോൾ ഉണ്ടാകുന്ന എററാണ് പൊസിഷൻ എറർ. വിളിക്കുന്ന വേറെ പേരും കൂടെ ഉണ്ട് കേട്ടോ. പൊസിഷൻ എറർ വിളിക്കുന്ന വേറെ പേരും കൂടെ ഉണ്ട്, പ്രഷർ എറർ എന്നും വിളിക്കും കേട്ടോ. പ്രഷർ എറർ, പൊസിഷൻ എറർ വിളിക്കുന്ന വേറൊരു പേരാണ് പ്രഷർ എറർ. അതും കൂടെ ജസ്റ്റ് നോളജ് വെക്കുക. ഓക്കെ ആണല്ലോ. നോക്കോ. പൊസിഷൻ എറർ ഈസ് പ്രസന്റ് ഇൻ ബോത്ത് പീറ്റോട്ട് ആൻഡ് സ്റ്റാറ്റിക് ട്യൂബ്. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് പറഞ്ഞ ടോപ്പിക്കാണ്. പീറ്റോട്ട് പ്രോബ് ഈസ് പ്ലേസ് സം ഡിസ്റ്റൻസ് അവേ ഫ്രം ദ ഫ്യൂസലാജ് ടു പ്ലേസ് ഇറ്റ് ഔട്ട്സൈഡ് ദ ബൗണ്ടറി ലെയർ ഇന്റർഫറൻസ് ഓഫ് ഫ്യൂസലാജ്. പീറ്റോട്ട് ട്യൂബ് കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ള എന്തിനു വെച്ച് എനിക്കാണെങ്കിൽ ഈ പറയുന്ന ബൗണ്ടറി ലെയർ ഇന്റർഫറൻസ് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ശ്രദ്ധിക്കുക, ഇനി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലായി പീറ്റോട്ട് ട്യൂബ് ടോട്ടൽ പ്രഷർ കൊടുക്കും, സ്റ്റാറ്റിക് പോർട്ട് സ്റ്റാറ്റിക് പ്രഷർ കൊടുക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിന് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന ടോട്ടൽ പ്രഷറും പീറ്റോട്ട് ട്യൂബ് ഉപയോഗിച്ച് ടോട്ടൽ പ്രഷറും സ്റ്റാറ്റിക് പോർട്ട് ഉപയോഗിച്ചിട്ട് സ്റ്റാറ്റിക് പ്രഷറും കൊടുക്കുന്ന ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് പീറ്റോട്ട് സ്റ്റാറ്റിക് സിസ്റ്റം എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ പീറ്റോട്ട് സ്റ്റാറ്റിക് സിസ്റ്റം വെച്ചിട്ടാണെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞത് ശ്രദ്ധിക്കുക. Okay, pitot static system supplies both the pitot and static pressure for the ASI, altimeter, VSI and Mach meter. Clear ആണല്ലോ. Pitot pressure is used by ASI and Mach meter. Static pressure is used by all 4 instruments. Okay. ഇനി നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. പീറ്റോട്ട് സ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ട് കാര്യമൊന്നും പറയാല്ല. ഇനി നമുക്ക് ഇതിന് ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. നോക്ക്, എറേഴ്സ് അഥവാ നമ്മുടെ ഈ പീറ്റോട്ട് സ്റ്റാറ്റിക് സിസ്റ്റം, പീറ്റോട്ട് ട്യൂബും അതേപോലെ നമ്മുടെ സ്റ്റാറ്റിക് പോർട്ടും ഫേസ് ചെയ്യുന്ന എറേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. ഞാൻ ട്രിക്ക് പഠിപ്പിച്ചുതരാം, ആ ട്രിക്ക് വെച്ച് പഠിച്ചു നോക്കാം. ഓക്കെ ആണല്ലോ. ഒന്നാണ് മിപ്പ്, ട്രിക്കാണ് മിപ്പ്. ഓക്കെ ആണല്ലോ. എം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ maneuver induced error. maneuver induced error എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ മക്കളെ മനസ്സിലാക്കി വെക്കുക. ഞങ്ങളോട് പറഞ്ഞു എൻ്റെ എയർക്രാഫ്റ്റിൽ പെട്ടെന്ന് ഇങ്ങനെ തിരിയും മറിയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എറർ ഉണ്ടല്ലോ, അതിനെയാണ് maneuver induced error എന്ന് പറയാം. അപ്പോൾ നിങ്ങളേക്കും അതന്നെയല്ലേ പൊസിഷൻ എറർ. അതായത് maneuver induced error കാരണം ഉണ്ടാവുന്ന എററാണ് പൊസിഷൻ എറർ, അഥവാ maneuver induced errorന്റെ കാരണമായിട്ട് എൻ്റെ സബ് കാറ്റഗറിയിൽ വരുന്ന സാധനമാണ് പൊസിഷൻ എറർ. ഓക്കെ ആണല്ലോ. അപ്പോൾ maneuver induced error എങ്ങനെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എയർക്രാഫ്റ്റ് പെട്ടെന്ന് ക്ലൈംബ് ആവുക, ഡിസെൻഡ് ആവുക, ടേൺ ആവുക, ആ സമയത്ത് manœuvers കാരണം ഉണ്ടാവുന്ന എററാണ് maneuver induced error. ഓക്കെ ആണല്ലോ. ഇനി അടുത്താണ് ഇൻസ്ട്രുമെന്റ് എറർ. ഇൻസ്ട്രുമെന്റ് എറർ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പീറ്റോട്ട് ട്യൂബിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ക്രാക്ക് വരിക, അല്ലെങ്കിൽ ആ പീറ്റോട്ട് ട്യൂബ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരിക, ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഉള്ള എറർ, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രുമെന്റ് എറർ. പൊസിഷൻ എറർ ഞങ്ങളോട് പറഞ്ഞു കറക്റ്റ് പ്രഷർ കയറാതിരിക്കുമ്പോഴുള്ള എററാണ് പൊസിഷൻ എറർ. ഇതും കൂടെ ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഞാൻ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ച് ഇവിടെ നോക്കാം. maneuver induced error എന്താണ്? എറർ ഇൻ സ്റ്റാറ്റിക് പ്രഷർ മെഷർമെന്റ് കോസ്ഡ് ബൈ റാപ്പിഡ് ഓർ അബ്രപ്റ്റ് maneuvers such as steep turns, rapid climb or descent. ഓക്കെ ആണല്ലോ. ഇൻസ്ട്രുമെന്റ് എറർ ഡ്യൂ ടു മെക്കാനിക്കൽ ഇംപെർഫെക്ഷൻസ്. ഞാൻ പറഞ്ഞു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്, അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളാണ്. ഓക്കെ. അടുത്ത പൊസിഷൻ എറർ, അതിന്റെ വേറെ പേരാണ് പ്രഷർ എറർ. എറർ കോസ്ഡ് ഡ്യൂ ടു ഇൻകറക്റ്റ് പ്രഷർ സെൻസ്ഡ് ബൈ ദ സ്റ്റാറ്റിക് പോർട്ട് ഓർ പീറ്റോട്ട് ട്യൂബ്, അതിനാണ് പൊസിഷൻ എറർ എന്ന് പറയാം. ട്രിക്ക് മിപ്പ്,
MIP MIP ആലോചിച്ച് വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി മക്കളെ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ എയർക്രാഫ്റ്റിൽ ഈ പറയുന്ന പോലെ 2 സ്റ്റാറ്റിക് വെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ സൈഡിലും വെക്കും, ഒന്ന് ഈ സൈഡിലും വെക്കും. അത് എന്തിനാ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ആലോചിച്ചിട്ടോ, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയാന്ന് എഴുതിക്കോ. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കാം, ഈ പറയുന്ന കറക്റ്റ് പ്രഷർ കയറുമോ? ഈ സൈഡിലൂടെ കറക്റ്റ് പ്രഷർ കയറുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാറ്റിക് വെന്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെ ഉള്ളിൽ കൂടെയും പ്രഷർ കയറുന്നത് കൊണ്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിക്ക് കറക്റ്റ് പ്രഷർ എന്ത് ചെയ്യും? കയറും. മനസ്സിലാക്കി വെക്കുക, 2 സെപ്പറേറ്റ് സ്റ്റാറ്റിക് വെന്റ് ഉപയോഗിച്ചതുകൊണ്ടുള്ള ഉപയോഗം എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 90% പൊസിഷൻ എറർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പം അതുകൊണ്ട് 2 സെപ്പറേറ്റ് സ്റ്റാറ്റിക് വെന്റ് ഉപയോഗിച്ചതുകൊണ്ട് 90% ഓഫ് എന്ത് കളയാൻ പറ്റി? പൊസിഷൻ എറർ, പ്രഷർ ഹെഡ് എറർ അല്ലെങ്കിൽ പൊസിഷൻ എറർ കറക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. സോ അത്രേ ഉള്ളൂ നമ്മുടെ പീറ്റർ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ്. ഇതിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, ഇതിന് സെപ്പറേറ്റ് വേറെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഞാൻ എൻ്റെ കൂടെ ഓരോ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചു പോവുക, ഞാൻ ഓരോ ട്രിക്കുകളൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കുക. അപ്പോൾ ആ ട്രിക്കുകളൊക്കെ വെച്ചിട്ടും നേരെ പഠിച്ചു പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് നാവ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ പറ്റും. അത് ഞങ്ങൾക്ക് വാക്കുതരാം ഫസ്റ്റ്. പക്ഷേ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, കുറേ ട്രിക്കുകളും കുറേ ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് വെച്ചിട്ട് നേരെ പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇനി ഒരു ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു അറൗണ്ട് ഒരു 50ഓളം ക്വസ്റ്റ്യൻസ്, ഓരോരോ വെറൈറ്റി മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് പോലെ ഞാൻ ചെയ്യിപ്പിക്കും. അതിൻ്റെ ഡിസ്കഷൻ നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യും. ഇപ്പോൾ നമുക്ക് ഓക്സ്ഫോർഡിൻ്റെ ഓക്സ്ഫോർഡ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു 9 ക്വസ്റ്റ്യൻസ് ഓക്സ്ഫോർഡ് പറയുന്നത്, അത് മാത്രം ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. ഓക്കെ.